ജൂലൈ 30, 2024. വയനാട്ടിലെ പുഞ്ചിരിമട്ടത്തിലെ നിവാസികൾ ഒന്നും അറിയാതെ നല്ല ഉറക്കത്തിലാണ്. സമയം പുലർച്ചെ 12:40 ആയപ്പോൾ അവിടുത്തെ മലയിൽ അപ്രതീക്ഷിതമായി ഉരുളുപൊട്ടുകയാണ്. ഏകദേശം 60ഓളം വീടുകളും 400-ൽ കൂടുതൽ മനുഷ്യരും ആ ഒരൊറ്റ രാത്രി കൊണ്ട് പാറക്കെട്ടുകൾക്കിടയിലാവുകയാണ്. എന്നാൽ ഈ ഒരു കാര്യം വർഷങ്ങൾക്ക് മുൻപേ തന്നെ പ്രവചിച്ച ഒരു മനുഷ്യനുമായിട്ടാണ് ഇന്ന് ക്രേസി പീഡിയ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളാതെ വിട്ടതുകൊണ്ടായിരിക്കാം ഇത്രയും കാലം നടന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണം. സോ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ലോകത്തിലെ 8 പ്രധാന ജൈവ വൈവിധ്യ സമ്പന്ന മേഖലയിൽ ഒന്നാണ് പശ്ചിമഘട്ടം. അവിടെ മനുഷ്യരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കാരണം ഒരുപാട് മൃഗങ്ങളും സസ്യങ്ങളും നാശത്തിന് ഇരയായിട്ടുണ്ട്. ഇത് ഇനിയും ഇങ്ങനെ തുടർന്നാൽ ആപത്തായതിനാൽ ദേശീയ ഹരിത ട്രൈബ് യൂണിയന്റെ നിർദ്ദേശപ്രകാരം 2010-ൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ ചെയർമാനായ 14-അംഗ സമിതി രൂപീകരിക്കപ്പെടുകയാണ്. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ കണ്ടെത്തുവാനും അതിൽ അതിരുകൾ തിരിക്കുവാനും പശ്ചിമഘട്ടം സംരക്ഷിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുവാനുമായിരുന്നു അവർക്ക് കേന്ദ്രം നൽകിയ നിർദ്ദേശം. ഒരു വർഷത്തിന് ശേഷം 2011 സെപ്റ്റംബറിൽ ഗാഡ്ഗിൽ ആ റിപ്പോർട്ട് പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകി. എന്നാൽ ആ റിപ്പോർട്ടിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും വിവരാവകാശ നിയമപ്രകാരം ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുവാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിടുകയാണ്. കേരളം മുതൽ ഗോവ വരെയുള്ള മലയോര മേഖലകളിലെ എല്ലാവിധ ഖനനങ്ങളും എന്നേക്കുമായി നിർത്താൻ ശക്തിയുള്ള 552 പേജുകൾ അന്ന് പ്രസിദ്ധീകരിക്കപ്പെടുകയാണ്. എന്നാൽ ആ റിപ്പോർട്ട് വലിയ പ്രതിഷേധങ്ങൾക്ക് തന്നെ വഴിവെച്ചു. റിപ്പോർട്ടിൽ പറയുന്നില്ല പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലുള്ള ആളുകൾ പൂർണ്ണമായും ഒഴിയണമെന്ന്. എന്നാൽ ചില തെറ്റായ പ്രചരണങ്ങൾ കാരണം എല്ലാവരും ആ റിപ്പോർട്ടിനെ പിന്തള്ളുകയായിരുന്നു. റിപ്പോർട്ടിലെ 142 പരിസ്ഥിതി ലോല താലൂക്കുകളിലും ഡാമുകളും ഫാക്ടറികളും മറ്റു ജലവൈദ്യുത പദ്ധതികളും ഉൾപ്പെടുത്തുന്നത് ഭാവിയിൽ വലിയ നാശനം എന്ന കാരണമാകും എന്നുള്ളത് വിശദമാണ്. കൂടാതെ സമരം കടുത്തതോടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്ന 6 സംസ്ഥാനങ്ങളും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ തള്ളിക്കളയുകയാണ്. ഇതിനെ തുടർന്ന് 2012 ഓഗസ്റ്റിൽ കേന്ദ്ര സർക്കാർ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഡോക്ടർ കസ്തൂരി രംഗനെ ഏൽപ്പിക്കുകയാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ലഘൂകരിച്ചതായിരുന്നു കസ്തൂരി രംഗൻ റിപ്പോർട്ട്. അതിൽ പരിസ്ഥിതി ലോല മേഖലയുടെ കണക്കുകൾ 37% ചുരുങ്ങി. എന്നാൽ ആ ചെറിയ ശതമാനം തന്നെ 60,000 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടാകും. എന്നാൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിലും ഖനനങ്ങൾക്കും ക്വാറികൾക്കും സമ്പൂർണ്ണ നിരോധനമുണ്ടായിരുന്നു. കൂടാതെ ഇതിനെ തുടർന്ന് പ്രതിഷേധവും പിന്നീട് ആ റിപ്പോർട്ടും തള്ളിപ്പോവുകയാണ്. പിന്നീട് 10 വർഷത്തിനുള്ളിൽ തന്നെ ഇതിനെ പിന്തുണച്ചവരും തള്ളിക്കളഞ്ഞവരും ഏറ്റുവാങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ എന്നത് ഏറെയാണ്. ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മളന്ന് മാധവ് ഗാഡ്ഗിലിന്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞതുകൊണ്ടായിരിക്കാം ഇതെല്ലാം സംഭവിക്കുന്നത്.